ഇലക്ട്രിക്കൽ ചാലഞ്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ചാലഞ്ച് ആണ്. രണ്ടാക്കും മനസ്സിലായില്ലേ? എന്താ തേങ്ങ എടുത്ത് നോക്കുന്നതിന്റെ ബൾബ് എടുത്ത് നോക്കുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് രണ്ടാളും ബൾബ് എടുക്കുക, കത്തിച്ചേരുക. അതെ, ഞാൻ തീരുമാനിക്കട്ടെ, ഞാനല്ല കത്തിക്കുന്നത്. രണ്ടാളും എനിക്ക് ബൾബ് കത്തിച്ചേരുക. ആ കത്തിച്ചേരുന്നവരൊപ്പം തന്നെ നിങ്ങൾ അടിച്ചു പോയിരിക്കുക. ആ കത്തിച്ചേരുന്ന ആൾക്ക് നമ്മൾ പ്രൈസ് തരുന്നതായിരിക്കും. രണ്ടാൾ കത്തിക്കുന്ന രണ്ടാൾക്കും പ്രൈസ്. പ്രൈസ് ഇപ്പം പറയുന്നില്ല, ഏറ്റവും ഹെവി ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. കാരണം അത്ര ഹെവി ആയിട്ട് ജീവൻ മരണ പോരാട്ടമാണ്. അതായത് ഒരു ജീവന്റെ വില തരുന്നതാണ്. അതുകൊണ്ട് അല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഇതാരും അനുകരിക്കാൻ നിൽക്കുന്നത്. ചെറിയ കുട്ടികളെല്ലാം കാണുന്നെങ്കിൽ ബൾബ് കത്തിച്ച് കളിക്കാണ്ടിരിക്കുക. അപ്പൊ എന്താ, രണ്ടാളും തുടങ്ങുമല്ലേ? അപ്പൊ നേരെ ചാഞ്ചിലേക്ക് പോയിട്ട് പ്രൈസ് വാങ്ങിക്കാൻ ബാക്കി ഉണ്ടാവുമോ അതുങ്ങൾ തീരുമാനിക്കണം. ഷോക്ക് അടിക്കുന്നതിന് അടിക്കാത്തതിനെല്ലാം നമ്മൾ എന്തായാലും ചെറിയ ചെറിയ പ്രൊട്ടക്ഷൻ എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെടുക വേണ്ടിട്ട്. മതി വേണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അല്ലേ? അപ്പൊ ഇതാ നമ്മൾ തുടങ്ങുവാണ്. രണ്ടാക്കുള്ള ഹോൾഡർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾഡർ ആയി വന്നിട്ട് ഒരു ഹോൾഡർ, ഒരു ബൾബ് ഫിറ്റിംഗ്സ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു തരൂല. എനിക്ക് കറക്റ്റ് ആയിട്ട് ബൾബ് കത്തിച്ചു തന്നെ ഞാൻ ഇവിടെ ഒരു നോക്ക് കുത്തിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇത് കൊടുത്തിട്ടില്ല, സോറി. ഇതേ പ്ലഗ് കുത്തുന്ന സാധനം എല്ലാം കുന്താ. അങ്ങനെ ഇതാ സനു അമ്മ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓ, നമ്മളിതാ മീശവാദം എന്താ വയറെല്ലാം റെഡി ആക്കിട്ട് എടുക്കുക. ഓരോരുത്തർ എടുത്തിട്ട് കാര്യമില്ല. ഇതെല്ലാം നിങ്ങൾ സെറ്റ് ആക്കണ്ടാണോ? എന്നെ മാത്രം പിടിച്ചിട്ടല്ല. പച്ചയും ചോപ്പുണ്ണിന്റെ മഞ്ഞയും പച്ച അമ്മേന്റെ ഇതായതാ എടുത്ത് ഓരോ ഐറ്റംസ് കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. അപ്പൊ നമ്മളിതാ ഇവിടെ നോക്ക് കുത്തിയായിട്ട് ഒന്ന് ഇതിന് കൊടുക്കണോ? ഞാനിതൊന്നും പറഞ്ഞു തരൂല. അപ്പൊ ഇതാ അമ്മ ഇതാ ഒന്നും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അമ്മ അത് നിൽക്കുവോ? അതിഗംഭീരമായ ഇലക്ട്രിക്കൽ ചലഞ്ചുകൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചാലഞ്ച്. സനു എന്തായാലും അടിച്ചു മാറ്റുമായിരിക്കും. ഇവിടെ ഇതാ ഒരു വയർ ഇതിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സനു അമ്മ ഇതാ മുടിഞ്ഞ പോരാട്ടാണ്. അമ്മ ഇപ്പൊ രണ്ടെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക്. സനു എന്താ നടക്കുവോ? അപ്പൊ ഇതാ രണ്ടാമത്തെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതെത്ര എലി കളിക്കണ്ട. എലി കളിക്ക് പോയാൽ എന്ത് കുറച്ചുകൂടി ലൂസാക്കിട്ട് ഗോപിക, അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സഹായിച്ചു തരണോ? നമ്മളങ്ങനെ വയറിങ്ങറാവും, രണ്ടും കൂടി ഇപ്പൊ എന്താവും ഇങ്ങനെയാവുന്നൊന്നും വലിയ പിടുത്തില്ല. അമ്മ ഇതാ ഇവിടെ രണ്ടും ചുരുട്ടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കരി ചോറച്ചിട്. ഓക്കെ, സോറി എല്ലാം പറഞ്ഞു. രണ്ട് സൈഡിലെ ഭാഗങ്ങളും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സനു, എന്താണ് സനുവിന്റെ അവസ്ഥ? ഒന്ന് കാണിച്ചു തരൂ. സനുവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒന്നിതാ ഇതിനുള്ളിൽ ചുരുട്ടി കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത തപ്പണം. എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഫില്ലായി നിൽക്കുകയാണ്. ആരാണ് ആദ്യം ആക്കുന്നതെന്നാണ്, ആദ്യം ബൾബ് കത്തിച്ച് തരുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഗോപിക, എല്ലാം കൂടി ചൊറഞ്ഞോ? ഇല്ല, വാർത്ത എല്ലാം വരുന്ന പോലെ എനിക്ക് ബോറടിക്കുന്നു. എനിക്കിവിടെ ബോറടിക്കും. ഇവിടെ കറക്റ്റാണ്. ഇനിയൊന്നും പൊളിച്ച് മാറ്റേണ്ടതില്ല പറഞ്ഞേ. ഇവിടെ ഓരോ കഴിക്കുക, പൊളിച്ച് മാറ്റുക, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളും മണ്ടന്മാരാന്നുള്ളതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്താന്ന് വെച്ചാ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടാക്കും പറ്റിക്കുന്നത് രണ്ടാക്കും. പ്രൊഫഷണലായിട്ട് ഏറ്റവും നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്ന ആരാന്ന് നോക്കുന്നുണ്ട്. ആദ്യം ഈ ഹോൾഡർ ഇടുന്നതിന് മുന്നേ ഇതാ വയറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ രണ്ട് ഐറ്റംസ് ഒന്ന് കുത്തി ചെല്ലിക്കേണ്ടതുണ്ട്. അത് രണ്ടാളും ചെല്ലിച്ചിട്ടില്ല. എങ്ങനെ വെച്ചാൽ ആദ്യം വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതിന് മുന്നേ ഈ ഐറ്റം
ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം, ഇതിന്റെ ടോപ്പ്. ഊരണോ അല്ല, പുറത്ത് കൂടി ഇട്ടാലും മതി. അത് നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം ഗൈസ്. അമ്മേന്റെ വക എടുത്തു. എങ്ങനെയെങ്കിലും ബൾബൊന്ന് കത്തിക്കിട്ടെ നേരിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ കളി കളിക്കുന്നത്. ഇതിപ്പോ ഞാനില്ലാണ്ട് വീട്ടിലൊരു ബൾബ് പെടണമെന്ന് വിചാരിച്ചാൽ നടക്കും അമ്മേ? എനിക്ക് അങ്ങനെയല്ല തന്നെ, അങ്ങനെ ഉണ്ടാവും. ഞാനിതാ അമ്മേന്റെ ഒന്നിതാ സെറ്റായി കൊടുക്കാണ്. ഇലക്ട്രിക്കൽ ചലഞ്ച് എന്നും പറഞ്ഞ എനിക്ക് വന്ന് ഫസ്റ്റ് ടൈം ആയിപ്പോ ഇതിൽ ഇങ്ങനത്തെ ചലഞ്ച് നോക്കി നിൽക്കാണ്ട് പണിയുടെ രമണ. രണ്ടുട്ടോ, രണ്ടാളും ഇതാ 2 ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല കേട്ടാ. ഇത് ഒരു ഐറ്റം അമ്മക്ക് മാത്രമേ അത് ഞാൻ എന്താണ് എനിക്ക് തലവേദനയാകുന്നുണ്ടായിരുന്നു എന്നോട് കൂടിയിട്ട്. നൈസായിട്ട് ഒരു ബൾബ് ഇട്ട് വന്ന് ഞാനാ അത് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ആക്കി കൊടുത്ത സാധനം കറക്റ്റ് ആയിട്ട് ഇടുവാൻ പോവാണ്. സാനു, ഇവിടെ എന്താ അവസ്ഥ? ഇതാണ് അവസ്ഥ. ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടണോ? വയറിന്റെ ഉള്ളിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടാ. എന്നാ മാത്രം ഇടോ. അങ്ങനെയല്ല ഉള്ളിൽ കൂടി ഇടണം. ആദ്യം ഇടേണ്ടതേനും അത്. ആദ്യം ലൈറ്റ് കത്തിക്കുന്നത് അല്ലെ പ്രൊഫഷണൽ ആയിട്ട് രണ്ടാളെ ലൈറ്റ് കത്തുവാണെങ്കിൽ രണ്ടാൾക്കും പൈസ ഇരുന്നായിരിക്കും. ഇതിന്റെ അറ്റം എടുത്തോടെ തല പെരുക്കുന്നു. ഇലക്ട്രിക്കൽ ചലഞ്ച്. ഇതിങ്ങനെയാണ് ഇടേണ്ടത്. ഇങ്ങോട്ട് വരൂ. റെഡി ടു. ഇതാ അമ്മേന്റെ ഇതാ ഗൈസ് ഇത്ര സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാത്രല്ല, ഇവിടെ ഉണ്ട് ഇതിന്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ട്. അമ്മേന്റെ ഇതാ ബൾബിടിന്റെ ഭാഗമല്ല സെറ്റ് ആക്കി. പക്ഷെ ഇനി പ്ലഗില് കുത്തേണ്ട ഭാഗമുണ്ട്, അതുകൂടി സെറ്റ് ആക്കി തരാം. ആ ചെയ്യണോ സനു? ഇവിടെ ലേറ്റ് ആകുന്നേ. അടുത്ത പ്ലഗിലേക്ക് കുത്തേണ്ട സാധനത്തിന്റെ പാർട്സ് എല്ലാം കൂടി ഇളക്കി എടുത്തിട്ടുണ്ട്. എന്താ ഇത്? ലഡ്ഡു പോലത്തെ ഒരു സാധനത. രണ്ടാളും ഇവിടെ അതിമനോഹരമായിട്ട് പണിതുകൊണ്ടിരിക്കുവാണ്. സനു, ഇതെന്തല്ല അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെടുത്ത് കഴിക്ക്. രണ്ടാളെ ഹോൾഡറും ഇവിടെ സെറ്റാണ്. മമ്മി വല്ലതും നടക്കുവോ? ശ്രമിക്കാം. സനു, എന്താണ് ഇതിന്റെ അവസ്ഥ? ഇത് നമ്മള് അയക്കാൻ പോവാണ്. നമ്മള് പണിഞ്ഞെടുക്കും. ഇതാണ് ഗൈസ് സെറ്റാക്കി എടുത്തിട്ടുള്ള ഹോൾഡർ. ഗോപികന്റെ പണി ഇതാ ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ല, ഗോപികന്റെ പണിയുണ്ട്, ഇതിന്റെ പണി ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാ സംഭവം എന്നാണ് ഇവിടെ. എന്താ അഭിമാനം? ഇല്ല, അതതിന്റെ കവറിങ്ങാ. നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ വയറല്ല ഇവിടെ പോയി. അഭിമാനം പറയണ്ട. എന്താ കാര്യം പറയടാ. ഇത്രയും വലിയ ആൾക്കാരായില്ലേ ഇലക്ട്രീഷ്യൻ. ഇതെന്താ അമ്മ കാണിക്കുന്നത്? പുട്ട് വാരിയിടും പോലെ. പുട്ടല്ല, അരിപ്പൊടി വാരിയിടും പോലെ. ഇതെന്താ സനു? എന്താ? ഒരു വയറിടാൻ 1 മണിക്കൂറാണ് ഇവിടെ ചെലവഴിച്ചോണ്ടിരിക്കുന്നത്. സോറി, ആദ്യം കത്തിക്കുന്ന നോക്കാം. അല്ല, ആദ്യം കത്തിച്ചേരുന്ന് നോക്കാം. പിന്നെ രണ്ടാളെയും കത്തുന്നത് രണ്ടാക്കും പൈസ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് രണ്ടാളും പഠിച്ചോണ്ട്. എന്റെ വീട് ഇലക്ട്രീഷ്യൻ ചെയ്യാൻ വിളിച്ച. ഇതാ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. അതോ നടക്കും. അവിടെ നൂതലെല്ലാം കഴിക്കുന്നുണ്ടല്ലോ. അത് തെറിച്ചയാ? ജീവൻ മരണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടിത്തെറിയാണ് വീട് മൊത്തം. അയ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ മുന്നിലെക്കുന്ന അമ്മയാണ്. ഇനി അമ്മ സ്ക്രൂട്ട് കൊടുത്തോ? അതുപോലെ അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് അമ്മ കൊടുക്കുന്നത്. കണ്ണ് കാഴ്ച പരിധി വളരെ കുറഞ്ഞൊരു വ്യക്തിയാണ്. ഭയങ്കര അതിശോക്തി ഉണ്ട്. എന്താ ഗെറ്റപ്പുള്ള വാക്കല്ലേ? കറക്റ്റ് ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ടൈറ്റിൽ നല്ല പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അമ്മ പണ്ട് ഇലക്ട്രീഷ്യൻ പണിയായിരുന്നു. വേണമെങ്കിലാന്ന് പറയാ ഗൈസ്. ഗൈസ്
അതിഗ്രനായിട്ട് ഇവിടെ ഇലക്ട്രിക് പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് എങ്ങോട്ടാ വെക്കേണ്ടത് അമ്മ തല തിരിഞ്ഞ് കളിക്കുവാണ്. ആ എന്റെ പോലെ തല തിരിച്ചാത്. അമ്മ ഇതാ തല തിരിച്ച് മറിച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി പൊട്ടിത്തെറിക്കലുണ്ടാവും. എങ്ങനെയാ കൊടുക്കേണ്ടത് തിരിയാണ്ട്? അങ്ങനെയാ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാ. ഇതിന്റെ പണി ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുവാണ്. അമ്മ ഇതാ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് അല്ലേ? എല്ലാം ശരിയാ. അമ്മേന്റെ സനുവിന്റെ പണി ഇവിടെ സോറി രണ്ടാളെ പണി ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കുക. അമ്മ കഴിഞ്ഞില്ലേ? ഓക്കെ സനു അമ്മേന്റെ പണി ഇവിടെ അതിഗംഭീരമായ പണി കഴിഞ്ഞെങ്കിൽ എന്റെ സ്ക്രൂ കാണുന്നില്ല. വായിൽ വെച്ചതാ വീണ് വന്നേനെ. വായിലില്ല പോയിട്ട് എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞ അത് പോയി. ഇനി ബൾബിട്ടോ ബൾബിടൽ ചടങ്ങാണ് കൈസ്. അടുത്തായിട്ട് അമ്മ കഴിഞ്ഞ് ഇതിവിടെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കാണ്. ഇട്ടോ രണ്ടാളും ഇട്ടോ. അതിഗംഭീരമായ ബൾബിടൽ ചടങ്ങ് ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കാണ്. രണ്ടാളൊന്ന് പൊക്കി കാണിച്ചു കൊടുക്ക്. ബൾബിടുത്ത് പറഞ്ഞൂടെ ഇവിടെ. ഓക്കെ രണ്ടാളും റെഡി അല്ലേ? ഓക്കെ ഒന്ന് കാണിച്ചു. അങ്ങനെ രണ്ടാളതും ബൾബിടൽ. ഇതെന്താണ് സാധനം ഇങ്ങനെ ഇളകുന്നത്? ഇതിന് ഇളക്കമൊന്നുമില്ല ഗൈസ്. ഇത് ഫിറ്റ് ആണ്. ഇത് ഇളകുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും തിരിച്ചില്ല. ആദ്യം പ്രസ് ചെയ്തിട്ട് തിരിച്ചിക്ക്. എന്തായാലും ഒരു ഇളക്കുണ്ട്. രണ്ടാളതും ബൾബ് ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കത്തോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇത് കത്തോ? ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടാണുള്ളത്. കറക്റ്റ് പ്ലഗ് എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതായത് സനുവിന്റെ അല്ലേ? സനുവിന്റെ ഇവിടെ കുത്തിയിട്ടുണ്ട്. അമ്മേന്റെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാളില് ആരത് കത്തും കത്തില്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ല. കത്തോ കത്തില്ലോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കത്തിക്കമ്മേ ക്യാമറയിലൊക്കെ കത്തോ ഇല്ലയോ? കത്തുമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്വിച്ച് ഇട്ട് നോക്കാം ഗൈസ്. സ്വിച്ച് ഇടാൻ പോവാണ്. സ്വിച്ച് ഇട്ടോ. അങ്ങനെ രണ്ട് ബൾബും ഇവിടെ പ്രകാശിച്ചിരിക്കുകയാണ്. അമ്മ എന്താ പുഞ്ചിരി? ആദ്യമായിട്ട് സെറ്റ് ചെയ്തതിന്റെ അകത്തൊന്ന് കത്തിന്നാറിന് രണ്ടുപേർക്കും കത്തിയൊരു സന്തോഷം ഉണ്ടാ? രണ്ട് ബൾബും അങ്ങനെ ഇതാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് എന്താ അമ്മ അതിനെ നോക്കി ബൾബിനെ നോക്കി ഇങ്ങനെ ചിരിക്കാം. കത്തിയില്ലേ? രണ്ടാളും കൂടി ഇതാ ഇത്രയും ബൾബ് കറക്റ്റ് ആയിട്ട് രണ്ടാളും കൂടി രണ്ട് ബൾബ് കത്തിച്ച് തന്നിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. അല്ല തെറിച്ചു പോയ സ്ക്രൂ വായിലുണ്ട്. എന്നാ എടുക്കണം, എടുത്തിട്ട് പോവാല്ലേ? കാണുന്നില്ല. വെറുതെ പറഞ്ഞാണ്. അപ്പൊ എന്താ ഇന്നത്തെ ചലഞ്ച് രണ്ടാളും കൂടി ജയിച്ചിട്ടുണ്ട്. കറക്റ്റിനാണ് രണ്ടാളും കൂടി എല്ലാം സെറ്റാക്കി തന്നെ. എല്ലാം പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടിനും ഒരു പ്രശ്നമൊന്നുമില്ല. ഇതാ സനുവിന്റെ ബൾബ് ദേശം ഇളക്കം കൂടുതലുണ്ട്. അതൊക്കെ ഉള്ളായി. പിന്നെ അമ്മേന്റെ പക്ക റെഡിയാണ്. പെർഫെക്റ്റ് ആണ്. ഒരു പ്രശ്നമൊന്നുമില്ല. റെഡിക്ക് കത്തിക്ക് രണ്ട് ബൾബ് കത്തി കണ്ടേല്ലേ? നിങ്ങളും കണ്ടേലേ? അപ്പൊ എന്താ പ്രൈസ് രണ്ടാക്കുണ്ട്. ഹെവി പ്രൈസ് ആണ് ഇന്ന് രണ്ടാക്കും. കാരണം അത്ര എഫേർട്ട് എടുത്തിട്ട് ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു തീർക്കുന്നു. രണ്ടാൾ എഫേർട്ട് എടുത്ത് കത്തിച്ചതിനെ കൊണ്ട് തന്നെ രണ്ടാക്കുള്ള പ്രൈസ് വന്നോട്ടെ. ഇന്നത്തെ പ്രൈസ് 2000 രൂപയാണ്. ഒരാൾക്ക് 1000 രൂപ. എന്താ വെച്ചാൽ 1000 രൂപ ഒരു ഇലക്ട്രീഷ്യന്റെ പണിക്കൂലിയാന്ന് തോന്നുന്നു ഗൈസ്. പറഞ്ഞു തീർക്കട്ടാ. രണ്ടാൾക്ക് കൂടി 1000 ഇങ്ങനെ കൊടുക്കാണ്. ഇലക്ട്രീഷ്യന്റെ പ്രൈസ് ഇത്രയും കൂടുതലുണ്ടോ? രണ്ട് ബൾബ് കത്തിച്ചതിന് 200 അല്ലേ? അപ്പൊ രണ്ടാളും രണ്ട് ബൾബ് കത്തിച്ചതിന് 1000 രൂപയായിട്ട് ഇവിടുന്ന് മടങ്ങുവാണ്. അത് മാത്രം ചെയ്യരുത്. അങ്ങനത്തെ പരിപാടി ബൾബ് കത്തിക്കാൻ ബന്ധപ്പെടുക. ചോടേക്കാളും നമ്പർ വിളിച്ചോട്ടല്ലേ? അപ്പൊ എന്താ ഇലക്ട്രിക് പരിപാടി എല്ലാം അമ്മ പോലെ
അമ്മക്ക് ഇത്രയും ബുദ്ധിയുണ്ട് സ്ഥലം ഇത്രയും ബുദ്ധിയുണ്ട് എനിക്ക് ഇപ്പൊ മനസ്സിലായേ. ഞാൻ വിചാരിച്ച വീട്ടിൽ ഞാനില്ലെങ്കിൽ ഇവരാരും ബൾബ് കത്തിക്കൂലെന്ന് വിചാരിച്ചു. കത്തിക്കും. അപ്പൊ എന്നാ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ച് അല്ലേ? അതെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ക്രൂ അല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ച് അല്ലേ? എന്താ ഒരു പൈസ എടുക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കാര്യമായിട്ട് പറയുന്നുണ്ട് സംസാരിക്കും. അവരെ മിണ്ടൂല, അങ്ങനെയല്ല, മിണ്ടാതെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാ വീഡിയോസും അടുത്ത വീഡിയോയിൽ കാണാം. അതിനേക്കും